ക്യാരറ്റ് കൊണ്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം അധികം ആരും തന്നെ കഴിച്ചിട്ടുണ്ടാവില്ല. ഇതിനായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന നല്ല ജ്യൂസി ആയിട്ടുള്ള റെഡ് ക്യാരറ്റ്സ് ആണ് നല്ലത്. പക്ഷെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ 4 ക്യാരറ്റ്സ് എടുത്ത് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അരച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ അതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തൊന്ന് കലക്കി മാറ്റി വയ്ക്കാം. ഇനി 3/4 കപ്പ് പഞ്ചസാര കടായിലേക്ക് ഇട്ടിട്ടുണ്ട് കാരമലൈസ് ചെയ്യാനായിട്ട്. 2 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ ഇടുമ്പോൾ തന്നെ അത് മെൽറ്റായി വരും. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. അതിനുശേഷം ഒന്ന് ഇളക്കി കുറച്ചും കൂടി ഒന്ന് കളറായി വന്നു കഴിയുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വീതം വേണം ആദ്യം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സമയമെങ്കിലും ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്താ ഇതുപോലെ ഇത് കുറുകി വരുന്നതായിരിക്കും. ഇതുപോലെ കടായിൽ നിന്ന് വിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂ ബദാം ക്രഷ് ചെയ്തതും കുറച്ച് വെളുത്ത എള്ളും ഇട്ട് കൊടുക്കാൻ. കാണാനും നല്ല ഭംഗിയാണ്, ടേസ്റ്റ് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വീണ്ടും ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് 5-6 മണിക്കൂർ സമയത്തിന് ശേഷം എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്താ ടേസ്റ്റ് എന്നറിയോ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.